ഓക്കെ, നമ്മളിപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ ലെവൽ 13 ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓർമ്മ ഉണ്ടാവുമല്ലോ? നമ്മളിപ്പോൾ 13 ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. 13 നമുക്ക് കിട്ടുന്നില്ലായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞായിരുന്നു 13 നിങ്ങൾ ട്രൈ ചെയ്യാൻ. ആരെങ്കിലും ട്രൈ ചെയ്തായിരുന്നു ഈ കൂട്ടത്തിൽ? ആരെങ്കിലും 13 ട്രൈ ചെയ്ത് നോക്കിയാൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്? ആരെങ്കിലും ട്രൈ ചെയ്തോ? ഇല്ല. ഓക്കെ, നമ്മൾ 13 അല്ല 14 അല്ലേ? 14 അല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്? 13 വരെ നമ്മൾ കംപ്ലീറ്റ് ആക്കി അല്ലേ? അങ്ങനല്ലേ? അങ്ങനല്ലേ? Yes, sir. റെസ്പോൺസ് ഇല്ല. Yes, sir. പറഞ്ഞോ 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 പറഞ്ഞോ. Yes, sir. 14 വരെയാണ് കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, നമ്മൾ 13 വരെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് 14 ആണ് നമുക്ക് ചെയ്യാനുള്ളത്. 14 നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ല. 14 ചെയ്ത സമയത്താണ് നമുക്ക് ഒരു നമ്മൾ 13 അല്ലേ ചെയ്തുകൊണ്ടിരുന്നത്? 14 അല്ലല്ലോ. 13 നമ്മൾ കംപ്ലീറ്റ് ആയില്ല. 13 നമുക്ക് എറർ വന്നു. നമുക്ക് ലാസ്റ്റ് എറർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 13 കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പോൾ നമുക്ക് 13 തൊട്ട് വേണം. നമ്മൾ ഫസ്റ്റ് SSH ലോഗിൻ ചെയ്യണം. ഓക്കെ, പിന്നെ പാസ്വേഡ് നമുക്ക് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് വരുന്ന എത്ര പേരുണ്ട്? നമ്മളിവിടെ ചെയ്യുന്നതിൻ്റെ കറക്റ്റായിട്ട് കൂടെ ഫോളോ അപ്പ് ചെയ്ത് വരുന്ന എത്ര പേരുണ്ട്? ക്ലാസ്സിൽ തന്നെ ഫോളോ അപ്പ് ചെയ്ത് വരുന്നുണ്ടോ അതോ നിങ്ങൾ പിന്നെ ചെയ്യുന്നുണ്ടോ? വെച്ചാൽ നമുക്ക് ലെവൽ 50 വരെയാണ് നമ്മൾ ഫസ്റ്റ് വീക്കിൽ നമുക്ക് ലെവൽ 50 വരെ എന്താ ലിനക്സ് ഫണ്ടമെന്റൽസിൽ ഓവർ ദ ഇയർ കംപ്ലീറ്റ് ആക്കണം. ഓക്കെ, അപ്പം നമ്മൾ എന്താ 15 വരെ ഇവിടെ കംപ്ലീറ്റ് ആക്കും. ഇനി ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയില്ല. ഇപ്പം ഇന്ന് നമുക്ക് ഫസ്റ്റ് വീക്കിന് ലാസ്റ്റ്. അപ്പം ഇന്ന് നമ്മൾ 50 വരെ കംപ്ലീറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി ടാസ്ക് അയക്കും തരുന്നത്. സോ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ ഒരു പ്രോജക്റ്റ് ഉണ്ടാവും. വീക്ക് 1 ഒരു പ്രോജക്റ്റ് ഉണ്ടാവും. അത് ഞാൻ നിങ്ങൾക്കത് ഷെയർ ചെയ്യാം. ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്ത് തരാം അതെന്താണെന്നുള്ളത്. കോമൺ പ്രോജക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്താ ഈ 15 ലെവൽ നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ വാക്ക് ത്രൂ എന്താ നിങ്ങൾക്കത് നിങ്ങളത് ഡോക്യുമെൻ്റ് ആക്കിയിട്ട് നിങ്ങൾ ചെയ്ത ഓരോ ലെവലും എന്തൊക്കെ കമാൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തതിൻ്റെ ഔട്ട്പുട്ട്
എല്ലാം കൂടെ ആയിട്ട് വെച്ചാൽ ഫൈനൽ ഔട്ട് വെച്ചാൽ ആ ഒരു പാസ്വേഡ് അടിച്ച് കയറുന്ന ആ ഓരോ ഇതും വെച്ചാൽ മതി. അത് നിങ്ങൾ എന്താ നമുക്ക് PDF ആയിട്ട് അതില്ല PDF ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് അയക്കണം. ഓക്കെ, അത് ഞാൻ പറയാം. നമുക്ക് സംസാരിച്ചിരുന്നാൽ സമയം പോകും. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം LS - L കൊടുത്തു. ഓക്കെ, നമുക്കിവിടെ ഹിൻഡ് എന്നും പറഞ്ഞൊരു ഇത് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഹിൻഡും അതുപോലെ തന്നെ SSH കീ പ്രൈവറ്റ് എന്നും പറഞ്ഞു. എന്താ SSH കീ പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു പ്രൈവറ്റ് കീ ആണ്, പക്ഷെ പാസ്വേഡ് അല്ല. ഇതെന്താ, ക്രിപ്റ്റോഗ്രഫി ഉപയോഗിക്കുന്ന ഒരു ഓതറൈസേഷൻ ഫയലാണ്. ഓക്കെ, നമുക്ക് ആ ഹിൻഡ് ഒന്ന് ക്യാറ്റ് വെച്ചിട്ട് ചെയ്ത് നോക്കാം. ക്യാറ്റ് ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് പറയുന്നതൊക്കെ ക്ലിയർ ആവുന്നുണ്ടോ? അത് ഓക്കെ അല്ലേ? പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം എന്തിനാ നമ്മളിപ്പോൾ ഈ ഹിൻഡ് നമ്മൾ ഓപ്പൺ ചെയ്ത് ക്യാറ്റ് വെച്ചിട്ട് നമ്മൾ റീഡ് ചെയ്ത് എന്തിനാ? ബാൻഡ്വിഡ്ത്ത് എന്താ, ഓരോ ലെവലിലും ഒരു ചെറിയ ഹിൻഡ് നമുക്ക് തരാറുണ്ട്. അപ്പം എന്താ, ഇപ്പം നമ്മളൊരു പ്രൊഫഷണലായിട്ട് ഒരു പെൻട്രസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പെൻട്രസ്റ്റ് ടെസ്റ്റർ എന്താ ഡോക്യുമെന്റേഷൻ വായിക്കുന്നത് പോലെ എന്താ ഡോക്യുമെന്റേഷൻ അവർ ചെക്ക് ചെയ്യും. സോ അതുപോലെ എന്താ നമുക്ക് ഹിൻഡ് നമ്മൾ നോക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ പ്രൈവറ്റ് കീ എന്ന് നോക്കാം. നമ്മൾ ഇവിടെ ഹിൻഡ് ചെക്ക് ചെയ്ത സമയത്ത് ഇഫ് യു ഹാവ് എ ട്രബിൾ വിത്ത് ദ ലെവൽ നോട്ട് ദ ഫോളോവിങ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ ഒന്നാമത്തെ ഓവറോൾ കുറച്ചുകൂടെ സ്ക്രീൻ ഉണ്ടാകും. ഇപ്പൊ കുറച്ചും കൂടെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഉണ്ടാക്കി വെക്കണേ. അപ്പം ആസ് ഫോർ ഓൾ അതർ ലെവൽസ് ദിസ് ലെവൽ ഹാസ് വെബ്സൈറ്റ് വിത്ത് ഇൻഫോർമേഷൻ എന്നൊക്കെ പറയുന്നൊരു സാധനമുണ്ട്. നമുക്ക് ജസ്റ്റ് നോക്കാം. നമ്മുടെ സെയിം വെബ്സൈറ്റ് ആണ് വരുന്നത്, വേറെ ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ലെവൽ ഈസ് നോട്ട് ബ്രോക്കൺ ടു വെരിഫൈ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കറണ്ട് വേർഷൻ ഓഫ് നമുക്കപ്പോൾ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൈവറ്റ് കീ അല്ലെങ്കിൽ ആ പ്രൈവറ്റ് SSH കീ എന്താ റീഡ് ചെയ്യണം. ഓക്കെ, അപ്പം അതിൻ്റെ ഔട്ട്പുട്ട് എന്താ, ഒരു വലിയൊരു ഔട്ട്പുട്ടൊക്കെ വന്നിട്ടുണ്ട്. ബിഗിൻസ് ഓപ്പൺ SSH പ്രൈവറ്റ് കീ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കോപ്പി ഒന്നും ചെയ്യേണ്ട, ഒരു പ്രൈവറ്റ് കീ ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നമുക്ക് ഇനി ഇതിൻ്റെ പെർമിഷൻ ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, നമ്മളതിൻ്റെ പെർമിഷൻ ഒന്ന് ചെക്ക് ചെയ്യണം. പെർമിഷൻ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? പെർമിഷൻ ചെക്ക് ചെയ്യുന്നത് LS-L SSH കീ കൊടുക്കുന്നു. SSH key dot private എന്ന് പറയുന്നത് കൊടുക്കുന്നു. നമുക്കിവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടാവും -RW -R -1 എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഈ -RW -R ഇങ്ങനെ വന്നേക്കുന്ന എന്താ? അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ മൈനസ് എന്ന് പറയുന്നത് സാധാരണ ഫയലാണ്. ഓക്കെ, ഈ RW- എന്ന് പറഞ്ഞാൽ ഓണറിൽ എന്താ നമുക്ക് റീഡും റൈറ്റും ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി R രണ്ട് മൈനസ്, അപ്പം എന്താ അത് ഗ്രൂപ്പിന് റീഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ട് ഈ മൈനസ് അതെന്താ, അത് അതേസിന് ആക്സസ് ഇല്ല. വെച്ചാൽ ഈ ഫയലിലേക്ക് അതേസിന് ആക്സസ് ഇല്ലെന്നാണ് അത് പറയുന്നത്. ഓക്കെ,
നമ്മളിപ്പോൾ റീഡ് ചെയ്തു. ഓക്കെ, നമുക്കൊന്ന് SSH ലോഗിൻ കൂടെ ഒന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതിന് യെസ് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും ഇതിലേക്ക് വന്നു. ലോഗിനൊന്ന് നമുക്ക് വെരിഫൈ ചെയ്യാം. ഫസ്റ്റ് ഓണായി കൊടുക്കുന്നു, അടിച്ചു. നമുക്ക് പാസ്വേഡ് കണ്ടെത്തണം. അപ്പോൾ നമ്മൾ പാസ്വേഡ് കണ്ടെത്താനായിട്ട് ക്യാറ്റ് ETC bandwidth 40. ഓക്കെ, നമുക്ക് ഇതൊന്ന് കൊടുത്തു നോക്കാം. നമുക്ക് പെർമിഷൻ ഡിനൈഡ് എന്ന് പറഞ്ഞു വന്നു. ഓക്കെ, ഇവിടെ പെർമിഷൻ ഡിനൈഡ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് നമുക്കിവിടെ പെർമിഷൻ ഡിനൈഡ് ആകാൻ? നമ്മളിവിടെ യൂസറായിട്ടാണ് ലോഗിൻ ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫയല് കിട്ടത്തില്ല, ഈ പാസ്വേഡ് ഇപ്പം വായിക്കാനായിട്ട് നമുക്ക് പെർമിഷൻ തന്നിട്ടില്ല. ഓക്കെ, നമുക്ക് ഇതിൻ്റെ പെർമിഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ പെർമിഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് നമുക്കിവിടെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഓണർ ബാൻഡ്വിഡ്ത്ത് 14 ആണ്. അപ്പം നമ്മൾ ബാൻഡ്വിഡ്ത്ത് 13 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആക്സസ് ഇല്ല. ഓക്കെ, നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താ? ls -ls SSH ഒരു മിനിറ്റ്.
ഓക്കെ, നമുക്കിവിടെ ചെറുതായിട്ട് എറർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേറൊരു രീതിയിൽ നോക്കണം. ഇതിൻ്റെ പെർമിഷൻ്റെ ഒക്കെ ഇഷ്യൂ വന്നുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് വേറെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുകയാണ്. ഇത് ചെയ്യുന്ന കണ്ടു നമ്മളിപ്പോൾ ഇനി ഒന്ന് പാസ്വേഡ് ഇപ്പം നമ്മൾ ഇതൊന്ന് ലോഗിൻ ചെയ്ത് നമ്മൾ SSL കീ വെച്ചിട്ടൊന്ന് ലോഗിൻ ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് അതിൻ്റെ പെർമിഷൻ ഒന്ന് നോക്കി പിന്നെ വീണ്ടും ഒന്നും കൂടെ നമ്മൾ ഡയറക്റ്റ് ബാൻഡ്വിഡ്ത്തിലേക്ക് ലോഗിൻ ചെയ്ത് അത് പോവാമായി നോക്കി. സോ നമ്മൾ 30 കംപ്ലീറ്റ് ആക്കിയപ്പോൾ നമ്മൾ 40 ആണ് ചെയ്യുന്നത്. എനിക്ക് വിട്ടുപോയതാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് 30ൻ്റെ പാസ്വേഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എന്താ പഴയ മെത്തേഡിൽ വർക്ക് ചെയ്യാത്തതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞാൽ ബാൻഡ്വിഡ്ത്ത് 13 SSH ലോക്കൽ ഹോസ്റ്റ് ആയിരുന്നു. അപ്പം ഇതിലേക്ക് വന്നപ്പോൾ എന്താ നമുക്ക് അവിടെ സെക്ഷൻ ബ്ലോക്ക് വന്നിട്ടുണ്ട്. ലോക്കൽ ഹോസ്റ്റ് എന്നിട്ട് നെക്സ്റ്റിൽ എന്താ SSH സെക്ഷൻ ബ്ലോക്ക് വന്നിട്ടുണ്ട്, ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് എന്താ അതുകൊണ്ട് നമുക്ക് കീൻ്റെ എന്താ ലോക്കൽ മെഷീനിലേക്ക് കോപ്പി ചെയ്തിട്ട് അവിടെ ലോഗിൻ ചെയ്യാനായിട്ട് പറ്റണില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു. ഓക്കെ, അപ്പം നമുക്കിവിടെ 40ൻ്റെ പാസ്വേഡ് കിട്ടിയിട്ടുണ്ട്. നേരത്തെ നമുക്ക് 13ൻ്റെ പാസ്വേഡ് ആയിരുന്നു, അപ്പം നമുക്ക് 40ൻ്റെ പാസ്വേഡ് കിട്ടിയിട്ടുണ്ട്. ഈ 14 ചെയ്ത് എങ്ങനെയാണെന്നുള്ള മനസ്സിലായോ? പറയണമൊന്ന്.
ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പറയാം. ഇത് നേരത്തെ ചെയ്യാൻ ശ്രമിച്ചത് ഇങ്ങനെ ആയിരുന്നു. നോർമലി ഇതുവരെ ചെയ്തു വന്ന രീതിയിലാണ് നമ്മളിവിടെ ചെയ്യാൻ നോക്കിയത്. പക്ഷെ അപ്പം നമുക്കിവിടെ നടന്നില്ല. അപ്പം നമുക്കിവിടെ ഇൻഡ് കിട്ടി, അതുപോലെ തന്നെ SSH പ്രൈവറ്റ് കീ കിട്ടി. അപ്പോൾ നമ്മൾ ആ പ്രൈവറ്റ് കീ വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്തു. ഓക്കെ, നമ്മൾ ആ പ്രൈവറ്റ് കീ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ലോഗിൻ ചെയ്തത്. ഓക്കെ അല്ലേ? ഇത്രയും പറഞ്ഞ ഓക്കെ ആണോ? നമ്മൾ ഇത്രയും ചെയ്ത് ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ ആണോ? ആരെയൊക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്യും. റെസ്പോണ്ട് ചെയ്യടേ. സാർ 14 എങ്ങനെ എൻ്റർ ആയെന്നൊന്നും കൂടെ പറയാമോ? ഏതാ 14 എങ്ങനെ ഫോർട്ടിയിലേക്ക്? എൻ്റർ ആവുന്നു? നമുക്ക് 40യിലേക്ക് എങ്ങനെ എൻട്രി ആണെന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ അവിടെ എന്താ ഇഷ്യൂ വന്നില്ലേ? നമുക്ക് അവിടെ എന്താ ബ്ലോക്ക് ചെയ്തു വെച്ചാൽ നമ്മളവിടെ ലോഗൗട്ട് ചെയ്തിട്ട് എന്താ നമ്മൾ തിരിച്ചു വന്നു. എന്നിട്ട് പ്രൈവറ്റ് കീ വെച്ചിട്ട് എന്താ നമുക്ക് ആ ഒരു പ്രൈവറ്റ് കീ ഉണ്ടായിരുന്നല്ലോ അവിടെ, SSHന്റെ പ്രൈവറ്റ് കീ. സോ നമ്മൾ ആ പ്രൈവറ്റ് കീ എന്താ കാളിന്റെ മിഷനിലേക്ക് കോപ്പി ചെയ്യുക. അപ്പം നമ്മൾ അതാണ് ഇവിടെ ചെയ്തിരുന്നത്. അതാണ് നമ്മൾ ഇവിടെ ഫസ്റ്റ് ചെയ്തത്, ഈ SCP എന്നും പറഞ്ഞിട്ട്. ഓക്കെ, ഇത് എന്താ ഇത് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിവിടെ SCP എന്ന് പറഞ്ഞാൽ സെക്യൂർ കോപ്പി പ്രോട്ടോകോൾ ഉണ്ട്. അപ്പം എന്താ ഇത് SSH പ്രോട്ടോകോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഫയൽ കോപ്പി ചെയ്യാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരുന്ന അതിൽ നിന്ന് നമ്മൾ വേറെ ഇതിലേക്ക് ഇതാക്കിയിട്ടാണ് നമ്മളിവിടെ ചെയ്തത്. എന്താ SSH വഴി ഒരു ഫയൽ നമ്മൾ കോപ്പി ചെയ്തു. അത് കോപ്പി ചെയ്തിട്ട് എന്താ അത് നമ്മളിവിടെ പോർട്ട് നമ്പർ കൊടുത്തിട്ട് നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ SSH കീ അതും കൂടെ അവിടെ കൊടുത്തു. ഓക്കെ, നമ്മൾ നോർമലി ചെയ്യാറ് ബാൻഡ്വിഡ്ത്ത് കൊടുത്തു, സോ SSH കീ കൊടുത്തു, അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. ഓക്കെ, ഇത് SSH ഫോർമാറ്റ് തന്നെയാണ്. പക്ഷെ എന്താ ബാൻഡ്വിഡ്ത്ത് സെർവറിൽ നമുക്ക് 13 എന്താ യൂസറായിട്ട് കണക്ട് ചെയ്തു, പക്ഷെ യൂസറായിട്ട് നമുക്ക് കിട്ടുന്നില്ല. അപ്പം നമുക്ക് എന്താ യൂസറിന് പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. സോ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നമ്മൾ ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ നോർമലി ഇത് കൊടുത്തു, നമ്മളിവിടെ ഇത് SSHന്റെ ഇത് കൊടുത്തു. അതിനുശേഷം നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഇത്ര സെയിം ഫോർമാറ്റ്. സോ അവിടെ നിന്ന് നമ്മൾ ഇവിടെ കോളം കൊടുത്തു, എന്നിട്ട് നമ്മൾ SSH കീ കൂടെ കൊടുത്തു. സോ എന്നിട്ട് നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് ഇവിടെ പാസ്വേഡ് ചോദിച്ച് നമ്മൾ SSH കീ വെച്ചിട്ട് ലോഗിൻ ചെയ്തു. നമ്മളിവിടെ ചെക്ക് ചെയ്തു. സോ എന്നിട്ട് നമ്മൾ ഇതിൻ്റെ പെർമിഷൻ കൂടെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് എന്താ ലോഗിൻ ചെയ്തു. നമ്മൾ SSH കീ കൊടുത്ത് ഫോട്ടോ ഇവിടെ കൊടുത്തിട്ട് നമ്മൾ എന്താ 14ലേക്ക് ഡയറക്റ്റ് ലോഗിൻ ചെയ്തു. നമ്മൾ 13 ആയി, ഇവിടെ നമ്മൾ 13ലായി. ഓക്കെ, 13ൽ നമ്മൾ SSH പ്രൈവറ്റ് കീ വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്തു. എന്നിട്ട് അതിൻ്റെ പെർമിഷൻ നോക്കിയപ്പോൾ നമുക്ക് ഇതാണ് പെർമിഷൻ വന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്താ നമ്മളവിടെ അത് വെച്ച് ചെയ്തിട്ട് നമ്മൾ ആ SSH പ്രൈവറ്റ് കീ വെച്ചിട്ട് നമ്മൾ ഇവിടെ ലോഗിൻ ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ നോക്കിയപ്പോൾ നമ്മൾ ബാൻഡ്വിഡ്ത്ത് 40ലേക്ക് വന്നു. സോ ക്യാറ്റ് വെച്ചിട്ട് ഒന്ന് റീഡ് ചെയ്ത് നോക്കി. ഇത് നമ്മൾ കുറച്ച് സ്റ്റെപ്പ് ഒന്ന് സ്കിപ്പ് അടിച്ചിട്ടുണ്ട്. ഏകദേശം ഇതെങ്ങനെ ചെയ്തെന്നുള്ള ഇപ്പൊ ഒരു ഐഡിയ മനസ്സിലായോ? സാർ അപ്പം മുമ്പ് ചെയ്ത ലെവൽസ് ആ ടൈപ്പ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ചെയ്തു വന്നപ്പോൾ നമുക്ക് ഇവിടെ പെർമിഷൻ ഡിനൈഡ് വന്നില്ലേ? നമ്മൾ കണ്ടില്ലേ ഇവിടെ നമുക്ക് നോ ഓതറൈസേഷൻ മെത്തേഡ്സ് എനേബിൾഡ് എന്നും പറഞ്ഞ് നമുക്ക് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് SSH കീ വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പ്രൈവറ്റ് കീ എടുത്ത് ചെയ്തത്. അതെ, പക്ഷെ നമുക്ക് ഇവിടെ പ്രൈവറ്റ് കീ അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്താ ഇവിടെ പ്രൈവറ്റ് കീ ഉണ്ട്. കണ്ടോ ഇന്ത്യൻ്റെ അകത്ത് നമുക്ക് എന്താ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് SSH കീ എന്താ പ്രൈവറ്റ് കീ ഒക്കെ അവൈലബിൾ ആണ്.
അപ്പം നമ്മൾ അത് വെച്ചിട്ട് വെച്ചാൽ അതിൻ്റെ ആക്സസ് നമുക്കുണ്ട്. പെർമിഷൻ ഉള്ളത് എന്താ, ഇതിന് പെർമിഷൻ ഉണ്ട്. നമ്മൾ ഇത് വെച്ചിട്ട് ട്രൈ ചെയ്തതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ട്രൈ, ഇപ്പം ഇത് നിങ്ങൾ കൂട്ടത്തിൽ ചെയ്ത് നോക്കാത്തതുകൊണ്ടായിരിക്കും മനസ്സിലാവാത്ത. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. പിന്നെ ഇത് പല ട്രിക്സ് ഉണ്ട് കേട്ടോ, പലരും പല ട്രിക്സ് ഒക്കെ യൂസ് ചെയ്യും. നിങ്ങൾ വാക്ത്രോ ഒക്കെ നോക്കിയാലും ചിലപ്പോൾ യൂട്യൂബ് നോക്കിയാലൊക്കെ പലതിലും പല ട്രിക്സ് ആയിരിക്കും ഓരോരുത്തർ യൂസ് ചെയ്യുന്നത്. ഞാൻ പെട്ടെന്ന് യൂസ് ചെയ്ത് ട്രിക്ക് ഇതാണ്. ഓക്കെ, പിന്നെ നമുക്ക് ലെവൽ 50 ഉണ്ട്. അപ്പം നിങ്ങൾ ലെവൽ 13 15 നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ട്രൈ ഔട്ടോ ചെയ്ത് നോക്കുക, എങ്ങനെയുള്ള നിങ്ങൾക്ക് നോക്കാം. വേറെ ഫോർമാറ്റ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ അതിൻ്റെ അപ്പ് ചെയ്യാം. സാർ 15 ഇങ്ങനെ പ്രൈവറ്റ് കീ യൂസ് ചെയ്യാണോ ചെയ്യുന്നത്? എന്താ കേട്ടില്ല? 15ലും നമ്മളിങ്ങനെ ഈ പ്രൈവറ്റ് കീ യൂസ് ചെയ്യാണോ ചെയ്യുന്നത്? അത് നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകുമ്പോഴേ അറിയാൻ പറ്റും അവിടെ എന്താ ചെയ്യുന്നത്. അടുത്ത ലെവലിലേക്ക് പോയില്ലല്ലോ നമ്മളിപ്പോ. ഓക്കെ സാർ. പേര് നോക്കിയാലും അറിയാൻ പറ്റും. നമുക്ക് ടൈം ഏകദേശം ആയിട്ടുണ്ട്. നമ്മളിനി അതും നോക്കിയിരുന്നാൽ നമുക്ക് ടൈം പോത്തേ ഉള്ളൂ. അടുത്ത ക്ലാസ് ഇനിയിപ്പോൾ ഉണ്ട്. അപ്പോൾ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. അപ്പം എല്ലാവരും ലെഫ്റ്റ് ആയിരിക്കും. എല്ലാവരും ചെയ്യണം കേട്ടോ. ലെവൽ 50 വരെ, ഇപ്പം ലെവൽ 50 വരെ നമുക്കുള്ളൂ. അപ്പം നിങ്ങളിപ്പം എല്ലാവരും 30 വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ 14 ചെയ്തിട്ട് നമ്മൾ 14 15 കൂടെ ചെയ്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആവും. സോ എന്നിട്ട് നിങ്ങൾ അതിൻ്റെ എന്താ ഡോക്യുമെൻറ്റേഷൻ എടുത്ത് വെക്കുക. ഓരോ ലെവൽസിൽ നിങ്ങൾ യൂസ് ചെയ്ത കമാൻഡ്സ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്ത് വെക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കിട്ടിയേക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്നത് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ എടുത്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും പിന്നീടത്തേക്ക്. അത് നമുക്ക് എടുത്ത് വെക്കണം. ഓക്കെ, ഇത് നിങ്ങളിത് ചെയ്യുമ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട് എന്താ, നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റില്ല. ഇത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ അത് പറയുന്നുണ്ട് എന്താ 14 SSH കീ യൂസ് ചെയ്യുന്നവരൊക്കെ പറയുന്നുണ്ട്. ലെവൽ 50 ഓക്കെ. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ആവും, അതിൻ്റെ ചെയ്യാം. അപ്പോൾ എന്താ ലെഫ്റ്റ് ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ചെയ്യുമ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി, മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ഇപ്പം ഓവർ ദ എയർ ബാൻഡ്വിത്തിൻ്റെ വാക്ക് ത്രൂ എന്നും പറഞ്ഞ് അടിച്ചു കൊടുത്താൽ മതി. വാക്ക് ത്രൂ എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള സംഭവമൊക്കെ കിട്ടും. ഓരോ ആൾക്കാരും അതിൻ്റെ ചെയ്തതിൻ്റെ ഗൈഡൻസ് ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങളുണ്ടാവും. ഞാൻ ടെക്സ്റ്റായിട്ട് ഷെയർ ചെയ്യാം എന്താ അടിക്കേണ്ടതെന്ന്. ഇതേപോലെ ഓവർ ദ എയർ ബാൻഡ്വിത്ത് വാക്ക് ത്രൂ എന്നും പറഞ്ഞ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ വേണേൽ യൂസ് ചെയ്യുക. അതൊക്കെ നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് എടുക്കാം. നമുക്ക് ഒരു കാര്യം ചെയ്തു വരുമ്പോൾ അതിൻ്റെ അകത്ത് കുറേ ഇഷ്യൂസ് ഉണ്ടാകും. സോ അപ്പോൾ നമ്മളിങ്ങനെ റെഫർ ചെയ്തൊക്കെ ട്രൈ ഔട്ട് ചെയ്യുക മാക്സിമം. അത്രയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുള്ളൂ. ഓക്കെ, ഓക്കെ. അപ്പം അതിൻ്റെ അപ്പ് ചെയ്യാം, ലെഫ്റ്റ് ആയിക്കോ. ശരി, അപ്പം നെക്സ്റ്റ് മൺഡേ